എല്ലാറ്റിനും ഒരു കാലമുണ്ട്. ചില കാര്യങ്ങൾ ഉടനടി ചെയ്യേണ്ടതുണ്ട്. മറ്റ് ചില കാര്യങ്ങൾ വൈകിയും ചെയ്യുവാൻ കഴിയും. നാം ചെയ്യുവാനായി മാറ്റിവെക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ അത്ര പ്രാധാന്യമുള്ളവയായിരിക്കുകയില്ല. എന്നാൽ നമ്മുടെ ജീവിതത്തെ ആകമാനം ബാധിക്കുന്ന കാര്യങ്ങൾ നാം പെട്ടെന്ന് ചെയ്യുന്നു. തിരുവചനം പറയുന്നു, കണ്ടെത്താവുന്ന സമയത്ത് ദൈവത്തെ അന്വേഷിപ്പീനെന്ന്. നമുക്ക് തോന്നുന്ന സമയത്തും മൂടുള്ള നേരത്തും ദൈവത്തെ അന്വേഷിക്കാൻ ഇറങ്ങിയാൽ ഒരുപക്ഷെ നാം കണ്ടെത്തി എന്ന് വരികയില്ല. ജീവിതത്തിൽ നാം ഇന്ന് ചെയ്യേണ്ടിയതും ഇപ്പോൾ ചെയ്യേണ്ടിയതും മുൻപേ ചെയ്യേണ്ടിയതുമായ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. തിരുവചനം പറയുന്നു, ആവർത്തന പുസ്തകം 28-ാം അധ്യായം 1-ാം വാക്യം, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവൻ്റെ സകല കൽപ്പനകളും പ്രമാണിച്ച് നടക്കുക. കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 6-ാം അധ്യായം 2-ാം വാക്യം, ഇപ്പോൾ ആകുന്നു സുപ്രസാദകാലം, ഇപ്പോൾ ആകുന്നു രക്ഷാ ദിവസം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാമത്തെ വാക്യം, മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ. ഇന്ന് എന്നുള്ള ദിവസം ദൈവത്തിൻ്റെ ദാനമാണ്. നമുക്ക് കിട്ടിയ ഏറ്റവും നല്ല ഒരു അവസരവുമാണ്. ഇന്ന് നമുക്ക് ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കുവാനും കർത്താവിനെ അന്വേഷിക്കുവാനും അവനെ അനുസരിക്കുവാനും പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് ആരോഗ്യമുണ്ട്, ചിന്താശക്തിയുണ്ട്, മൂക്കിൽ ജീവശ്വാസവുമുണ്ട്. നാളെ നമുക്കെന്ത് ഭവിക്കുമെന്ന് മനുഷ്യർക്കാർക്കും നിർണ്ണയിക്കുവാൻ കഴിയുകയില്ല. നമ്മുടെ എല്ലാവരുടെയും പടിവാതിൽക്കൽ കിടക്കുന്ന ഒരു പ്രപഞ്ച സത്യമാണ് മരണം. അത് നമ്മെ കീഴടക്കുന്നതിന് മുമ്പ് ഇന്ന്, ഇപ്പോൾ, മുൻപേ ചെയ്യേണ്ടിയവ കാര്യങ്ങൾ നാം ചെയ്യുവാൻ തയ്യാറാകുക. സാഹചര്യങ്ങൾ കുറെ കൂടി അനുകൂലമാകുവാൻ നാം നിൽക്കരുത്. ഇത് നമ്മുടെ നിത്യതയെ ബാധിക്കുന്ന കാര്യമാകിയാൽ കൂടുതൽ ഗൗരവത്തോടെ കാര്യങ്ങൾക്ക് തുടക്കമിടുക. വൈകിപ്പിക്കുന്ന പരിപാടി പിശാചാണ് മനുഷ്യൻ്റെ ഉള്ളിൽ കൊണ്ടിടുന്നത്. കാട്ടത്തിമേൽ മറഞ്ഞിരുന്ന സക്കായിയോട് യേശു കർത്താവ് പറഞ്ഞു, നീ വേഗത്തിലിറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. നിന്റെ വീട്ടിന് ഇന്ന് രക്ഷ തരേണ്ടതാകുന്നു. ഡിയർ ഫ്രണ്ട്സ്, ടുഡേ ഡു സംതിങ് ദാറ്റ് വിൽ ലീഡ് us ക്ലോസർ ടു ഗോഡ്. നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്ന എന്തെങ്കിലും ഇന്ന് ചെയ്യുക. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.